ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. അവിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. സഹോദരനാണ് DNA പരിശോധനയ്ക്ക് വേണ്ടി DNA സാമ്പിൾ നൽകുകയും പിന്നീട് പല ഘട്ടത്തിലുള്ള പരിശോധന, ഏതാണ്ട് 3-4 ദിവസം പല മൃതദേഹങ്ങളും ആയിട്ട് ആ DNA മാച്ച്, സഹോദരൻ്റെ DNA മാച്ച് പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഒടുവിൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം ഏതാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ദുരന്തത്തിൽ പെട്ട് ആളുകളെ തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള സാഹചര്യമായിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ലണ്ടനിലേക്കുള്ള യാത്ര ആരംഭിച്ച ഒരു സ്ത്രീയായിരുന്നു. ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുക്കുകയും ഒപ്പം പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ ഒരു വീട് പണിത് അവിടെ താമസിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയായിരുന്നു. കേരളത്തിൽ നേഴ്സായിരുന്നു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അന്തിമോപചാരം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ അവിടെ കാണുന്നുണ്ട്. ജോസഫ് M പുതുശ്ശേരി, കേരള കോൺഗ്രസിൻ്റെ നേതാവ്, BJPയുടെ നേതാവ് S സുരേഷ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാനാകുന്നുണ്ട്. ചേതനയേറ്റ് തിരികെ എത്തിയിരിക്കുകയാണ് രഞ്ജിത. മീര മനോഹരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മീര, തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. എപ്പോഴാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്? 7:10 ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചു. നേരത്തെ തന്നെ നേതാക്കളെല്ലാം മൃതദേഹം ഏറ്റുവാങ്ങാൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വി ശിവൻകുട്ടി, MV ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന സെക്രട്ടറി S സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എയർപോർട്ടിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ അവർക്കെയും മൃതദേഹത്തിന് ആദരമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ 10 മണിയോടുകൂടി തിരുവല്ല പുല്ലാട് ഈ മൃതദേഹം എത്തിക്കും. തുടർന്ന് പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക. അപകടം നടന്ന് 11ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ആദ്യ DNA പരിശോധനയിൽ തിരിച്ചറിയാത്തതിനെ തുടർന്ന് അമ്മ തുളസിയുടെ DNA കൂടി എടുത്തായിരുന്നു ഇപ്പോൾ 11 ദിവസത്തിന് ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞത്. നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ ഈ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തൻ്റെ സ്വപ്നമായ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു രഞ്ജിതയ്ക്ക് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്നത്. ഗൃഹപ്രവേശന ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചതായിരുന്നു. ലണ്ടനിൽ ജോലി മതിയാക്കി തിരിച്ചു വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ജൂൺ 12-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ഈ വിമാന അപകടം. 12 ദിവസങ്ങൾക്ക് ശേഷം ചേതനയേറ്റ ശരീരം ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി ജന്മനാട്ടിലേക്കാണ്. നേരത്തെ തന്നെ രഞ്ജിതയുടെ സഹോദരൻ ഉൾപ്പെടെ ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അപകടം നടന്നിടത്തേക്ക് നീങ്ങിയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സഹോദരൻ രതീഷ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ മൃതദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. 10 മണിയോടുകൂടിയായിരിക്കും ജന്മനാട്ടിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തുക. അതിനുശേഷം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട ഏക മലയാളിയാണ്. നാട് വേദനയോടുകൂടി തന്നെയാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. നേരത്തെ തന്നെ മന്ത്രിമാരുൾപ്പെടെ വിമാനത്താവളത്തിലെത്തി. അതിനുശേഷം ഇനിയിപ്പോൾ വൈകിട്ടോടുകൂടി വീട്ടുവളപ്പിലായിരിക്കും ഇത്തരത്തിൽ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. പിന്നിൽ ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി 10 മണിയോടുകൂടി തന്നെ പത്തനംതിട്ടയിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 12-നായിരുന്നു ഈ നാട് നടുക്കിയ വിമാന അപകടം ഉണ്ടാകുന്നത്. നിരവധി ആളുകൾ 270ഓളം പേർ മരിച്ചു എന്നാണ് കണക്ക്. DNA ഈ മൃതദേഹ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ ലഭിക്കുന്നതിനാൽ ഈ DNA ഫലം കിട്ടാൻ വൈകിയതാണ് ഇത്തരത്തിൽ മൃതദേഹം ഇത്രയും നാൾ എടുത്തത് നമ്മുടെ ഇവിടെ എത്താൻ, പത്തനംതിട്ടയിലെത്താൻ. എന്തായാലും നേരത്തെ ആദ്യഘട്ടത്തിലൊന്നും മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അവിടെ എത്തി DNA പരിശോധിച്ചിട്ടും ഒരു തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അമ്മ
തുളസിയുടെ DNA കൂടി ശേഖരിച്ച് അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെ 7:15 ഈ മൃതദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചേർന്നു. നേതാക്കൾ ഉൾപ്പെടെ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഇവിടെ മൃതദേഹം സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. നേരത്തെ നമുക്ക് അറിയിപ്പ് ലഭിച്ചത് പ്രകാരം ഈ ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങുമെന്നായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി ഈ മൃതദേഹം 10 മണിയോടുകൂടി നാട്ടിലെത്തും. വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജീവിത പ്രതിസന്ധികൾക്കിടയിൽ സ്വന്തം പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്തുണർത്തിയ വീട്ടിലേക്ക് മാറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ ഒരു വിയോഗം. ബ്രിട്ടനിലെ ആശുപത്രിയിൽ നഴ്സായിരുന്നു രഞ്ജിത. വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അതിനിടെ PSC വഴി നാട്ടിൽ ഒരു സർക്കാർ ജോലി ലഭിക്കുന്നുണ്ട്. 5 വർഷം മുമ്പാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിൽ നിന്ന് അവധിയെടുത്ത് രഞ്ജിത വിദേശത്തേക്ക് പോയത്. അവധി പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലണ്ടനിൽ നിന്ന് കേവലം 5 ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തിയത്. ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ രഞ്ജിത തുടർന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് അഹമ്മദാബാദിലെത്തുന്നത്. അവിടെ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടമായി മാറിയത്. രഞ്ജിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എയർപോർട്ടിൽ തന്നെ നിരവധി ആൾക്കാരെത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആംബുലൻസ് നീങ്ങുകയാണ്. ചേതനയേറ്റ ശരീരം ജന്മനാട്ടിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ഉറപ്പായും നീര ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ചേതനയെത്തിയിരിക്കുകയാണ് രഞ്ജിത. ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് രഞ്ജിത. ആ ചിത്രം ഓരോ മലയാളികളുടെയും കണ്ണിൻ്റെ മുന്നിലൂടെ വേദനയോടെ നൊമ്പരത്തോടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്നും താൽക്കാലികമായി അവധിയെടുത്ത് വിദേശത്തേക്ക് പോവുകയും അവിടെ കഷ്ടപ്പെട്ട് തൊഴിലെടുക്കുകയും ഇവിടെ ഒരു കൊച്ചു ഭവനം, ഒരു ചെറിയ ഭവനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. ആ വീട്ടിലേക്ക് കയറി താമസിക്കുന്നതിന് തൊട്ട് മുൻപായി ലണ്ടനിലെ, ഇംഗ്ലണ്ടിലെ തൻ്റെ ജോലി അവസാനിപ്പിച്ച് മടങ്ങുന്നതിന് തൊട്ട് മുൻപായി അതിനു മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ മടക്കയാത്രയിലാണ് അപകടം ഉണ്ടായത്.